നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സർക്കാരിനെതിരെ സുപ്രീം കോടതി. സഹകരണ ബാങ്കുകളോടുള്ള വിവേചനത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി സുപ്രീം കോടതി. നിയന്ത്രണങ്ങൾക്ക് പകരം നിരോധനം ഏർപ്പെടുത്തിയത് എന്തടിസ്ഥാനത്തിൽ? ഉപാധികളോടെ സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കണം. പണം ഇല്ലെങ്കിൽ നിക്ഷേപകർക്ക് പരമാവധി കൊടുക്കാവുന്ന തുക നിശ്ചയിക്കണം. വ്യവസ്ഥകളോടെ പണം സ്വീകരിക്കുന്നതിൽ തടസ്സം എന്തെന്നും ചോദ്യം. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടുന്ന കാര്യം പരിഗണനയിലെന്നും സുപ്രീം കോടതി. സഹകരണ ബാങ്കുകളുടെ ഹർജിയിൽ സർക്കാർ ബുധനാഴ്ച മറുപടി നൽകണം. പ്രതിസന്ധിക്ക് പിന്നിൽ കറൻസി ക്ഷാമമെന്ന് സർക്കാർ. ചെറിയ ബുദ്ധിമുട്ടുകൾ വലിയ മാറ്റത്തിന് വേണ്ടി. നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഓരോ നിക്ഷേപകരെയും തിരിച്ചറിയാനും ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കാനെന്നും വാദം. സഭയിൽ സന്ധിയില്ല. രാഷ്ട്രപതിയുടെ വിമർശനവും ഫലം കണ്ടില്ല. നോട്ട് അസാധുവാക്കലിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും ബഹളം. 16 ദിവസം സഭ തടസ്സപ്പെടുത്തിയതിന് പ്രതിപക്ഷം മാപ്പ് പറയണമെന്ന് BJP. സഭാ നടപടികൾ മാറ്റിവച്ച് ചർച്ച തുടങ്ങാമെന്ന് കോൺഗ്രസ്. വോട്ടെടുപ്പില്ലാത്ത ചർച്ച തന്നെ വേണമെന്ന നിലപാടിൽ ഭരണപക്ഷവും. കറൻസി പരിഷ്കരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണമെന്ന് രാഹുൽ ഗാന്ധി. തീരുമാനത്തിലൂടെ ആർക്കൊക്കെ നഷ്ടമുണ്ടായെന്നും നേട്ടമുണ്ടായെന്നും വ്യക്തമാക്കാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. ഭരണപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. വാക്പോര് തുടരുന്നതിനിടെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും മുൻ പ്രധാനമന്ത്രി. നോട്ട് പിൻവലിച്ച തീരുമാനം വമ്പൻ ദുരന്തം. രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി യുദ്ധസമാനം. അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള പണത്തിനായി ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്നത് ഹൃദയഭേദകമെന്നും മൻമോഹൻ സിംഗ്. ഓർമ്മപ്പെടുത്തി സർക്കാർ. അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി. അഴിമതിക്കെതിരായ നീക്കങ്ങൾക്കൊപ്പം സർക്കാർ ഉണ്ടാകും. പരാതി ലഭിച്ചാൽ സംശുദ്ധിയുള്ളവരും അന്വേഷണം നേരിടേണ്ടി വരുമെന്ന് അഴിമതി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ. സംസ്ഥാനത്ത് 6 മാസം കൊണ്ട് അഴിമതി കുറഞ്ഞെന്ന് ജേക്കബ് തോമസ്. മുൻ സർക്കാർ ഓർക്കാൻ മറന്നുപോയ ദിനമാണ് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. അഴിമതി ആഴത്തിൽ പേരിടുന്ന സമയത്ത് അഴിമതിയെയും അഴിമതിക്കാരെയും എതിർക്കുക എളുപ്പമല്ലെന്നും വിജിലൻസ് ഡയറക്ടർ. തടിയൂരുന്ന തെളിവുകൾ. നിലമ്പൂർ ഏറ്റുമുട്ടലിൽ കൂടുതൽ തെളിവുമായി അന്വേഷണ സംഘം. കാട്ടിനുള്ളിൽ മാവോയിസ്റ്റുകൾ ആയുധ പരിശീലനം നടത്തിയിരുന്നു. ഗ്രനേഡ് അടക്കമുള്ളവ ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ചിരുന്നതായും കണ്ടെത്തൽ. കാട്ടിൽ നിന്ന് ലഭിച്ച പെൻഡ്രൈവ് പരിശോധിച്ചു വരുന്നെന്നും വിശദീകരണം. അതിനിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് കുപ്പു ദേവരാജിന്റെ സംസ്കാരം ഇന്ന്. നടപടി വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെ കൊല്ലപ്പെട്ട അജിതയുടെ മൃതദേഹം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഭർത്താവും സുഹൃത്തും. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2650 രൂപ, പവൻ 21,200 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 സൂര്യ ചേരും. നമസ്കാരം.